ഹലോ ഹായ് നികിത അറിവിലാണ്. ഞാൻ നാരങ്ങച്ചാറ് ഉണ്ടാക്കിയിട്ട് അത് ഓൾമോസ്റ്റ് തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ചാർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു അളവിലൊക്കെ തന്നെ ഉണ്ടാക്കി, കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് തീർന്നു. എന്നൊന്നും കഴിക്കൊന്നുമില്ല, പക്ഷേ ഏട്ടന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുറച്ച് നാരങ്ങയും കൂടി വാങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി കൂട്ടൂല കേട്ടോ, അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് മതിയല്ലോ. അതുകൊണ്ട് കുറച്ചേശേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈർപ്പം ഒഴിവാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് നോക്കി നനവ് ഉണ്ടോ എന്നുള്ളത്. നനവ് തീരെ പാടില്ല. അപ്പം നന്നായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ റെസിപ്പിയും എൻ്റെ അമ്മ പറഞ്ഞു തരുന്നതാണ് കേട്ടോ, അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് അച്ചാർ ഉണ്ടാക്കിയത് ലാസ്റ്റ് ഇയറിലാണ്. മാങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കിയിരുന്നു, നാരങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. മാങ്ങേൻ്റെ അച്ചാർ ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കി. നന്നായിട്ട് ഉണ്ടെന്നൊക്കെ ഏട്ടൻ പറഞ്ഞ, ഏട്ടന് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കൂട്ടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ നാരങ്ങ അതുപോലെ കുറേ വാങ്ങി ഞങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കി 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു കയ്പ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ആ 2 ദിവസം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടുന്ന് പോരണ്ടിയും വന്നു നാട്ടിലേക്ക്. അപ്പം അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ ഈ നാരങ്ങേൻ്റെ അച്ചാർ. കുറേ ഉണ്ടായിരുന്നു താനും. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും അത് എങ്ങനെയെങ്കിലും എടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സീറ്റിൽ ഞാൻ എൻ്റെ കാല് വെക്കുന്നതിൻ്റെ ആ ഭാഗത്ത് ഞാൻ അത് വെച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു അത് കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ആയിക്കോളും. പിന്നെ അമ്മ അതിൽ കുറച്ച് ആൾട്രേഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പം കുറച്ച് ടേസ്റ്റ് കൂടി. അപ്പോഴാണ് ഏട്ടന് മനസ്സിലായത് നാരങ്ങേൻ്റെ അച്ചാർ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാലേ ടേസ്റ്റ് കൂടുള്ളൂ എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. കാരണം ഇത് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ ഉപ്പിട്ടിട്ട്, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്ത കാരണം പൊടിയുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സീ സോൾട്ടാണ്. അപ്പം അത് നന്നായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെയും അതിൻ്റെ മേലെ ഞാൻ വിതറി കൊടുക്കുകയാണ്. വേറെ പാത്രം, കുപ്പീൻ്റെയും ഭരണീൻ്റെയും ഒക്കെ പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ആണ് ഇട്ട് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഇട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ട് ഒരു 2-3 ദിവസം, എത്ര പഴക്കം ചെന്നാലും കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു 2-3 ദിവസം ഇവിടെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ടേ ഉള്ളൂ അച്ചാർ ഉണ്ടാക്കാം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇനി ഇത് മൂടി വെച്ച് അവിടെ കുറച്ച് ദിവസം വെക്കാം. അപ്പം അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം കേട്ടോ. പുറത്തുനിന്ന് വാങ്ങി അച്ചാർ വാങ്ങി കഴിക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ കുറച്ചായാലും കുറച്ചെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ അച്ചാർ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിൽ, അല്ലെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റിവൽ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.